ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറി ഒന്നുകൂടെ മിനുക്കുപണികൾ ചെയ്തിട്ട് വേണം വൈകുന്നേരം കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് വൈകുന്നേരത്ത് ഞാൻ. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ അമ്മയും കുഞ്ഞാപ്പിയും വന്നിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടത്തിൽ ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ് കേട്ടോ ഉണ്ടാക്കണത്. ഉണ്ടാക്കിയല്ല, ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മയും കുഞ്ഞാപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിതാ ചിക്കൻ കറിയിൽ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ഒന്നുകൂടെ എനിക്ക് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് സവാളയും ഇത്തിരി കറിവേപ്പിലയും കടുകും എല്ലാം കൂട്ടി മൂപ്പിച്ച് ഒത്തിരി കുരുമുളകും ഇത്തിരി മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നുകൂടെ ചിക്കൻ കറി ഇട്ട് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് മുല്ലപ്പൂ വെച്ചിട്ട് അല്ല അവസാനം ഉപ്പിട്ടത്തിരി ഇത് കഴുകിയ മുന്തിരി എടുക്ക്, മൊത്തം എടുക്ക്. തലയിൽ എന്താണ് മുല്ലപ്പ് കാണിച്ചു കൊടുക്ക്? സത്തേ മുല്ലപ്പ് കാണിച്ചു കൊടുക്ക്. തിരിഞ്ഞിട്ട് ചന്തം കാണിച്ചു കൊടുക്ക്. അങ്ങനെ വൈകുന്നേരത്തെ ആ ചിക്കൻ കറി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുരുട്ടി പരട്ടി എടുത്തു. പിന്നെ ബാക്കിയുള്ള കുറച്ച് നെയ്ച്ചോറും തികയില്ലയോ എന്നൊരു ഡൗട്ട് കേട്ടോ. അപ്പം പിന്നെ പിള്ളേരും ഉള്ളത് കൊണ്ട് ഏട്ടൻ പോയി വേഗം പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ചിക്കൻ കറി ചൂടാക്കി എടുത്തു, അതിനെ റെഡിയാക്കി എടുത്തു. പിന്നെ ഉച്ചയ്ക്ക് പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറിന്. അതും സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും കൂടെ വാങ്ങിച്ചത് കൊണ്ട് തന്നെ പിള്ളേർക്ക് ഇതാ ഇഷ്ടമായിട്ടാണ്. ചിക്കൻ കറിൻ്റെ കൂടെ പൊറോട്ട കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വൈകുന്നേരം അങ്ങനെ കഴിച്ച് ഞങ്ങൾ പിന്നെ ചാച്ചുറങ്ങിയിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ അടുക്കളുടെ പരിസരമൊക്കെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ തലേദിവസം നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു തണുത്തൊരു കാറ്റും അല്ലെങ്കിൽ നല്ല തണുത്തൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. നല്ല കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനൊരു കാലാവസ്ഥ വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു തണുപ്പൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളത് അവിടെ ചൂട് പുട്ടും ചായയും ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പുട്ടിനും അതൊക്കെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല, കറി ഉള്ളത് കൊണ്ട് അതൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ പുട്ടുണ്ടാക്കി ചായ ഉണ്ടാക്കി, പിന്നെ അതൊക്കെ തന്നെയാണ് കേട്ടോ രാവിലത്തെ പണികൾ. അപ്പോൾ ഏട്ടൻ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ആവി പറക്കണ ചായയും ആവി പറക്കണ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരതൊക്കെ കഴിച്ചിട്ട് രാവിലെ തന്നെ സ്ഥലം വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും കുഞ്ഞാപ്പിയൊക്കെ ഇവിടെ ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കും ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കുട്ടികൾ വന്നാൽ പിന്നെ അവർക്കൊരു എന്താ പറയുക, എന്തൊക്കെയോ കിട്ടിയ പോലെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അമ്മ വന്നപ്പോൾ പിന്നെ ഇവിടെ ഇരിക്കാനായിട്ടൊന്നും പറ്റിയില്ല. അതിൻ്റെ ഒരു പരാതിയും പരിവവും ഒക്കെ തീർക്കാനായിട്ട് ഈ ആഴ്ച വന്നു. അപ്പോൾ എന്തായാലും കുട്ടിനെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ കുഞ്ഞാപ്പിനെ അമ്മനെ വിട്ടിട്ട് ഇങ്ങനെ പിരിച്ചിരുത്തുകയാണ് കേട്ടോ. കാരണം അവളുടെ അമ്മ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണല്ലോ. അടുത്ത കുഞ്ഞുവാവ വരാറായി. അപ്പോൾ ഡെലിവറി ടൈമിലൊക്കെ ഇവളുടെ കൂടെ ഇങ്ങനെ നിർത്തി വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ കുറച്ചൊക്കെ മാറ്റി ഇരുത്തണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം വീട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ അമ്മ ഇങ്ങോട്ട് വരണു എന്ന് പറഞ്ഞപ്പോൾ അമ്മൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. രാത്രി ചെറുതായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്, എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കരച്ചിലോ പിടിച്ചലോ ഒന്നുമില്ല. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്, ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് അവൻ്റെ കൂടെ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ പുള്ളിക്കാരത്തി ഇതാ ചേച്ചിമാരിൻ്റെ നടുക്ക് കിടന്ന് ഉറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം. അങ്ങനെ ഞാൻ രാവിലെ വിളിക്കാനായിട്ട് വന്നതാണ്. പുട്ട് തരാ ഇത്തിരി കുട്ടിക്ക് മതിയാ? വയറ് നിറഞ്ഞാ? പൊറോട്ട കഴിച്ചപ്പോ വയറ് നിറഞ്ഞാ? ചായ വേണോ നീ? വേണ്ടേ? തിന്നാൻ ഭയങ്കര മടിയാ. അവൾക്ക് ഡോറ ബുജി വെച്ചോളൂ. ചുട്ടി വന്ന് കഴിക്കി. പുട്ട് തട്ടുമ്പനെ കൊണ്ടുവരട്ടെ? ചായ കൊണ്ടുവരട്ടെ? ചായ ഒഴിച്ച് കഴിക്കുവോ? അപ്പോൾ ഇന്നലെ വൈകുന്നേരം പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി 1-2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് പൊറോട്ട തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് രാവിലെ പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് കൊടുത്ത് അവിടെ കൊച്ചു TV കാണാനായിട്ട് ഇരുത്തിയിട്ടാണ്. അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ പുട്ടൊക്കെ കഴിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ കുറച്ച് ഗോതമ്പ് ഉണ്ടായിരുന്നു. 2 മാസമായി ഇപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് കേട്ടോ. ഇതുവരെ ഉണക്കി വെക്കാനായിട്ട് പറ്റില്ല. എന്തായാലും അതൊന്ന് കഴുകി ഉണക്കാനായിട്ട് പോവാണ് കേട്ടോ. 2 കിലോനേ ഉള്ളൂ. അതും കൂടെ ഒന്ന് കഴുകി വെയിലത്തിടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞാപ്പിയും പോകും കേട്ടോ. ആ സമയത്ത് ഞങ്ങളും കൂടെ അവിടേക്ക് വീട്ടിലേക്ക് പോകും. കാരണം സ്കൂൾ അടച്ച പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല, വിരുന്നിനൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും 2 ദിവസം കൂടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞായറാഴ്ചൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അപ്പോഴത്തേക്കും ഗോതമ്പൊക്കെ കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ട് പോയാൽ ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങിയ ഇതിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആകെക്കൂടെ ഇത്തിരിയേ ഗോതമ്പുള്ളൂ. ഇപ്പോൾ ഗോതമ്പ് കിട്ടുന്നത് കുറവാണ് കേട്ടോ. നേരത്തെയൊക്കെ ഒരു 3-4 കിലോനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആളിൻ്റെ എണ്ണം കുറഞ്ഞു കാടിൽ. അപ്പോൾ ഏട്ടന്മാരൊക്കെ അവർ സ്വന്തമായിട്ട് കാടൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയതുകൊണ്ട് ആളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോതമ്പ് 1 കിലോനെ കിട്ടുന്നുള്ളൂ കേട്ടോ. മാസത്തിൽ 1 കിലോനേ ഉള്ളൂ. അപ്പോൾ ഇത് 2 മാസത്തെ ഗോതമ്പാണ്. അപ്പോൾ ഞാൻ ഓരോ കിലോനായിട്ട് കഴുകി ഉണക്കണ്ടേന്ന് വിചാരിച്ച് 2 മാസത്തെ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് കഴുകി ഉണക്കി പൊടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകുകയാണെങ്കിൽ നല്ല നിറം കിട്ടും കേട്ടോ. ഗോതമ്പിന് നല്ലൊരു മഞ്ഞ കളറ് കിട്ടും. ആ ഒരു ചളിയൊക്കെ പോയിട്ട് നല്ലൊരു എന്താ പറയുക, നല്ല ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കഴുകി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മുടെ ഗോതമ്പിന്. അങ്ങനെ നമ്മുടെ ഗോതമ്പൊക്കെ കഴുകി ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് മുറ്റത്ത്. പിന്നെ ഞാനത് അവിടെ വീടൊക്കെ ഒന്ന് തുടച്ച് വിടുകയാണ് കേട്ടോ. വീടൊക്കെ ഒന്ന് തുടച്ച് ഉമ്മറൊക്കെ ഒന്ന് തുടച്ച് വിടുകയാണ്. കാരണം നമ്മുടെ റോസ് ഇങ്ങനെ തുടച്ച വഴിക്ക് ഇങ്ങനെ ഓടിക്കയറും കേട്ടോ. എത്ര അങ്ങോട്ട് അടിച്ചു വിട്ടാലും തുടച്ച് വിട്ടാലും അവളിങ്ങനെ ഓടിക്കയറിയിട്ട് കാലിലെ ചളിയും അവളുടെ ദേഹത്ത് ഇങ്ങനെ രോമമൊക്കെ കൊഴിയുണ്ട്. അപ്പോൾ രോമമൊക്കെ ഇങ്ങനെ നമ്മുടെ തിണ്ണയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂലും കൊണ്ട് അടിച്ചു വിടുക തന്നെ വേണം. പിന്നെ 2-3 വട്ടമൊക്കെ തുടയ്ക്കേണ്ടി വരും കേട്ടോ ഒരു ദിവസം. ചില സമയങ്ങളിൽ അങ്ങനെ കയറുമൊന്നുമില്ല. ചില സമയത്താണെങ്കിൽ പറഞ്ഞാൽ മൂശയിട്ട പോലെ കാണിക്കും. റോസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. റോസിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തായാലും അവളിങ്ങനെ കുട്ടികളെ പോലെ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ റോസിനെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ റോസിനെ വീഡിയോയിൽ കാണിച്ചിട്ട് കുറേ ആയി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചില സമയത്ത് വീഡിയോ എടുക്കണം വിചാരിക്കുന്ന സമയത്ത് അവളെ കാണില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ വീട്ടിൽ ഉമ്മർത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല. ഇന്നിപ്പോൾ ആളിനെ കാണാമല്ലോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ ഞാൻ ഗോതമ്പ് കഴുകലും നമ്മുടെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ അതാ കുഞ്ഞാപ്പിനെ കുളിപ്പിച്ചിട്ടുണ്ട്. കുളിപ്പിച്ച് ഇനിയിപ്പോൾ അവളിനൊന്ന് റെഡിയാക്കിയിട്ട് ചേച്ചിമാർ അവിടെ കളിക്കാനായിട്ട് പോവാണ് കേട്ടോ അടുത്ത വീട്ടിൽ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അവിടെ ഒരു തൊട്ടടുത്ത വീട്ടിലൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് ഹൽദിക്കും കല്യാണത്തിനൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ. അപ്പോൾ ചാരുവും ചിറ്റിയും എല്ലാവരും ഇവിടെ കളിക്കാനായിട്ട് പോവാണ്. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഉണ്ണി വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ണിനെയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയി വെച്ചാൽ ഉണ്ണി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. അപ്പോൾ അവളിനെയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വേഗം കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുതി വിട്ട് ആളിനെ അങ്ങനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ആളിതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് റെഡി ആവുകയാണ് കേട്ടോ. കണ്ണൊക്കെ എഴുതാനായിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വാലൊക്കെ ഒന്ന് വരച്ചു വിടുന്നുണ്ട് കേട്ടോ. കണ്ണെഴുതട്ടെ? കണ്ണിവിടെ കണ്ണെഴുതട്ടെ? എങ്ങനെ അച്ഛ എഴുതില്ല? അച്ഛ
അതേമാതിരി വേണ്ട അല്ലേ? അപ്പോൾ കണ്ണെഴുതാൻ മടിയായതുകൊണ്ട് തന്നെ വാലൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തിയിട്ട് അങ്ങനെ കളിപ്പിക്കാനായിട്ട് വിടുകയാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇതുപോലെ കുട്ടികളെ ഒരുക്കുന്നത് കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ വലുതായപ്പോൾ പിന്നെ അവരൊക്കെ തനിയായിട്ട് റെഡിയാവാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ഇതാ ലിപ്സ്റ്റിക്കൊക്കെ ഇടാനായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ആൾ നാണമൊക്കെ വരുന്നുണ്ട്, ഭയങ്കര നാണക്കാരിയാണ്. അങ്ങനെ കുഞ്ഞാപ്പിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തൊരു കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊറിയറുകാർ വന്ന് വിളിച്ചപ്പോൾ അങ്ങനെ പോയി അതൊക്കെ മേടിച്ചിട്ട് വന്നു. ഇതിപ്പോൾ മക്കൾ തന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്കൊരു വാച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ പിള്ളേർ തന്നെ അവരുടെ പൈസ കൊടുത്ത് ഓരോ സാധനങ്ങൾ മേടിക്കുകയാണ് കേട്ടോ. സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും ഓരോന്ന് വാങ്ങിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ഇത് ഒരു ബാഗാണ് കേട്ടോ, ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് പോലത്തെ ഒരു ബാഗാണ് കേട്ടോ, സ്കൂൾ ബാഗൊന്നുമല്ല. അപ്പോൾ ചാരുമോൾക്ക് എപ്പോഴും ഡാൻസ് ക്ലാസ്സിന് പോകുമ്പോൾ ഒരു ബാഗ് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ ആയിട്ടാണ് പറയണം. അപ്പോൾ ഒരു വില കമ്മി തന്നെയാണ്, വലിയ ഇതൊന്നുമില്ല, ഒരു അറ മാത്രമേ ഉള്ളൂ കേട്ടോ. ആകെ ഒരു കാണുന്ന ഒരു അറ തന്നെ ഉള്ളൂ, വലിയ ബാഗൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ സിമ്പിളായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ മീഷോന്ന് വാങ്ങിച്ചതാണ്, ഒരറയേ ഉള്ളൂ കേട്ടോ അതിൽ. അങ്ങനെ ആ ഒരു ബാഗൊക്കെ വന്നപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറിന് ഉള്ള ഒക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് തിളച്ച് വേകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കണം, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോയാൽ അങ്ങനെ കഞ്ഞി കെട്ടും. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് വെന്താന്നൊക്കെ നോക്കി പിന്നെയും കുറച്ച് നേരം അടച്ചു വെച്ചു. പിന്നെ എനിക്ക് തുണി ഉണ്ടായിരുന്നു കേട്ടോ, ആ തുണികളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ തുണികളൊക്കെ ഒന്ന് തോരാനായിട്ട് ഇടുകയാണ്. തുണിയൊക്കെ ഒന്ന് തോരാനിട്ടിട്ട് വേണം ഇനിയിപ്പോൾ കറി വെക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ, ഇവിടെ നല്ലോണം മഴ, ഇടിയും മഴയൊക്കെ പെയ്തു. പക്ഷേ ചൂടിന് അങ്ങനെ കുറവൊന്നുമില്ല, മഴ പെയ്തുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ചൂട് അധികമായി എന്നാണ് തോന്നുന്നത്. കാരണം ആദ്യത്തെ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ചൂട് കൂടുതലാവുമല്ലോ. അപ്പോൾ ഇത്തിരിയും കൂടെ ചൂട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ തുണിയൊക്കെ ഒന്ന് തോരാനിട്ടിട്ട് വേണം ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കാനായിട്ട്. ഇന്നിപ്പോൾ ഞാൻ കറി വെക്കാൻ പോണത് മാമ്പഴ പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ നാളായി മാമ്പഴ പുളിശ്ശേരിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ നമ്മുടെ അവിടെ ഇത്തവണ മാമ്പഴ പുളിശ്ശേരിയൊന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചി മാങ്ങപ്പഴം ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാങ്ങ പഴുക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. മാങ്ങ കൊണ്ട് തന്ന് അത് പഴുക്കാനായിട്ട് വെച്ചിട്ട് പഴുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നോക്കിയപ്പോൾ നല്ലോണം അങ്ങോട്ട് മാങ്ങ പഴുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മാങ്ങയാണ്. അപ്പോൾ ഞാനത് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഇടണ്ടേ അല്ലേ, ഷോർട്ട് വീഡിയോയ്ക്കും ഒരു കണ്ടൻറ്റൊക്കെ വേണ്ടേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നമ്മളിതാ കുറച്ച് മാങ്ങപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളയാണ് കേട്ടോ. ഇത് നല്ല കളറുണ്ട് കേട്ടോ. ഈ മാങ്ങൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ പഴുത്താൽ നല്ല അടിപൊളി മധുരമാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. കളറാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഓറഞ്ച് കളറിലുള്ള മാങ്ങപ്പഴം എന്ന് പറയില്ലേ, തൊലി കളഞ്ഞാൽ അതുപോലെയാണ് കേട്ടോ, നല്ല മധുരവും ഉണ്ട്. അപ്പോൾ ഞാനൊരു 5-6 മാങ്ങപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് അത് നമ്മുടെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇത്തിരി കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഓരോരുത്തരും ഓരോ വിധത്തിലായിരിക്കില്ലേ വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഇത്തിരി കുരുമുളകും ചതച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് വേവിക്കാനായിട്ട് വയ്ക്കും. അത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചിലർക്ക് ഈ മാമ്പഴ പുളിശ്ശേരി കൂട്ടി ചോറ് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. മറ്റു ചിലർക്കാണെങ്കിൽ ഇഷ്ടം ഉണ്ടാവില്ല, കാരണം ഇതൊരു ചെറിയൊരു മധുരമുള്ള കറി ആയതുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട്. പിള്ളേർക്കും നല്ല ഇതാണ്. ഏട്ടനെ പക്ഷേ ഇത്തിരി മധുരമുള്ളത് കൊണ്ട് ചോറ് കഴിക്കാനായിട്ട് ഇത്തിരി ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്കുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് പാകം പോലെ ആക്കി മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ വിറകടുപ്പിൽ കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയി, ചോറൊക്കെ വടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വെറുതെ തീ പോവുകയാണല്ലോ, അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ കൂട്ടാനും ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ മാമ്പഴ പുളിശ്ശേരിക്കുള്ളതൊക്കെ അടുപ്പത്താക്കിയതിന് ശേഷം ബാക്കിയുള്ള ഒരു 3-4 മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിക്കും അമ്മയ്ക്കും അവിടെ കഴിക്കാനായിട്ട് കൊടുത്തിട്ട് ബാക്കി ഒരെണ്ണം ഞാൻ എടുത്തിട്ട് മാങ്ങ പഴം കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ മാങ്ങപ്പഴം ഇങ്ങനെ അരിഞ്ഞ് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ നമ്മൾ കടിച്ച് കഴിക്കില്ലേ, കടിച്ച് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഴിക്കുമല്ലോ, അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ മാങ്ങപ്പഴമൊക്കെ കഴിക്കുന്നുണ്ട്. നല്ലോണം മാമ്പഴച്ചാറൊക്കെ ഇങ്ങനെ കൈ കൂടെ ഒഴുകുകയാണ് ഓറഞ്ച് കളറിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങപ്പഴം. അങ്ങനെ മാങ്ങപ്പഴമൊക്കെ കഴിച്ചു. അപ്പോൾ കൂട്ടത്തിൽ ഒരു ശർക്കര കഷ്ണവും ഇടാനായിട്ട് മറന്നു. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് അങ്ങനെ പിന്നെയാണ് കേട്ടോ ശർക്കര ഇട്ട് കൊടുത്തത്. ഒരു ചെറിയൊരു വെല്ലത്തിൻ്റെ ഒരു അച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ അരപ്പിൻ്റെ കൂടെ ഞാൻ തേങ്ങ, ജീരകം, മഞ്ഞൾ, ഒരു 2 പച്ചമുളകും ഒരു 2 വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഇനിയിപ്പോൾ ഉപ്പേരിക്കുള്ളത് മുറിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പേരി വെക്കാനായിട്ട് നോക്കിയപ്പോൾ കോവയ്ക്ക, കഴിഞ്ഞ ദിവസം കോവയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ, നമ്മുടെ എന്താണ് ലേലം വിളിക്കുന്ന അവിടെ പോയിട്ട് ഒരു 1/2 കിലോ കോവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഞാൻ അന്ന് തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിരുന്നു. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട്, അതിപ്പോൾ വാടിപ്പോണ്ട, നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അത് വാടി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ എണ്ണയെ ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക, നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചെടുക്കില്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പോൾ എന്തായാലും കോവയ്ക്കൊക്കെ മുറിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ മുട്ടയും കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, മുട്ട ഒരു വസ്തുവിനാകട്ടെ, നമ്മൾ 10 മുട്ട 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ആകെ 2 മുട്ട തന്നെ നല്ലതുണ്ടായിരുന്നുള്ളൂ. ബാക്കി 8 മുട്ടയും എന്നെ ചതിച്ചു. എന്താ പറയുക, അതങ്ങനെ എന്താ നല്ല ചൂടായത് കൊണ്ടായിരിക്കും ഇങ്ങനെ എന്താണ് കോഴിക്കുഞ്ഞയിൽ രൂപം കൊണ്ട് വരികയായിരുന്നു കേട്ടോ. അതായത് മുട്ട അങ്ങനെ അളിഞ്ഞു പോയി, 2 എണ്ണേ കിട്ടുള്ളൂ, ബാക്കി 8 എണ്ണവും പോയി. 80 രൂപ എനിക്ക് നഷ്ടമായി. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ കഷ്ടകാലം പോലെ അങ്ങനെ വാങ്ങിച്ച മുട്ട കേട് വന്നു പോയിട്ടാ. അപ്പോൾ നമുക്ക് കിട്ടാത്ത സാധനമാണ് പറഞ്ഞിട്ട് നമ്മൾ ചാടിക്കയറി വാങ്ങിക്കുമ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് വാങ്ങിക്കണം. കാരണം അവരൊന്നും നോക്കാനൊന്നും വിടില്ല. 10 മുട്ട മൊത്തത്തിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയ്യിൽ തന്നതാണ്. എനിക്കാണെങ്കിൽ ഈ മുട്ടയൊന്നും നല്ലതാണോ എന്ന് നോക്കിയെടുക്കാനും ചീർത്തിയാണെന്ന് നോക്കിയെടുക്കാനൊന്നും അറിയാത്തത് കൊണ്ട് ഞാനങ്ങനെ വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടോ ചെയ്ത്. അതിലിട്ടും പോവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അതങ്ങനെ പോയത് പോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനായിട്ട് നിന്നില്ല. പിന്നെ അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനെ വറവിടുകയാണ് കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പില ഇട്ടുക, പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെ വറ്റൽമുളക് തീർന്നിട്ട് വാങ്ങിച്ചിട്ടില്ല ഇനിയും. അപ്പോൾ കടുകും കറിവേപ്പിലയും മാത്രമാണ് ഞാൻ കടുക് വറുത്ത് കൊട്ടിയത്. അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതാ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്, അതായത് ഉപ്പേരി, കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിന് മുമ്പ് തന്നെ ഒരു 3-4 പപ്പടവും കൂടെ കാച്ചി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരുള്ളത് കൊണ്ട് തന്നെ പപ്പടം കാച്ചിയില്ലെങ്കിൽ അവർക്ക് പപ്പടം ഇല്ലമ്മ എന്ന് പറയും. കുട്ടികൾക്ക് പപ്പടം ആണല്ലോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഒരു 3-4 പപ്പടവും കൂടെ കാച്ചിയെടുത്തു. പിന്നെ അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, ഒരു സവാള മുറിച്ച് വെച്ചതും 2-3 പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, ഇത്തിരി മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയിൽ തന്നെ വഴറ്റി നമ്മളത് എന്താ പറയുക, ഉപ്പേരി അതായത് മെഴുക്ക് പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു നീരാവിയിൽ തന്നെ വെന്ത് വരുമ്പോഴാണ് ആ ഒരു കോവയ്ക്കയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനെ അടച്ചു വെച്ചു. ഉപ്പേരി ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് റെഡിയാകും. അങ്ങനെ നമ്മുടെ ഉച്ചയൂണിനുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, പപ്പടം ഉണ്ട്, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങാച്ചാറും സാലഡും അതൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഷോർട്ട് വീഡിയോയിലേക്ക് കുറച്ച് നല്ല ഒരു വീഡിയോ ഒക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അത്ര നല്ലതല്ലെങ്കിൽ നമ്മളെ പറ്റണ പോലെയൊക്കെ, നമുക്കങ്ങനെ വലിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ പരിചയമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ആവണ പോലെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണിത്. അതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു കോലത്തിലാണ് കേട്ടോ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഞാനും അമ്മയും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. പിള്ളേരൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് ആ ടി വി ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട്, അതിന് ശേഷം വീണ്ടും കളിക്കാനായിട്ട് പോയിട്ട്, അപ്പോൾ ഞാനും ചോറൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും അവർ കളിക്കുന്നതൊക്കെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാനാണ് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. കല്യാണ കുട്ടി ഇങ്ങോട്ട് നോക്കുന്നു.
അബി ശേഷം സ്ക്രീനിൽ. അപ്പോൾ ഗ്രൂപ്പായിട്ട് ഓരോ ഡാൻസ് ഉണ്ട് കേട്ടോ. ചെറിയവർ മുതൽ വലിയവർ വരെ ഓരോ ഗ്രൂപ്പായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് തൊടി ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ മുന്നേ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പാടത്തിൻ്റെ ആ ഒരു ഓരത്ത് ഉള്ള വീട്ടിൻ്റെ ആ ഭാഗത്ത്, നമ്മുടെ പശുക്കളൊക്കെ ഉള്ള വീട്ടിൻ്റെ ആ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ ആണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ, മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഭയങ്കര സുഖമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവർ അവിടെയാണ് കേട്ടോ വന്ന് ഇങ്ങനെ കളിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതാ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേരല്ലേ, പിന്നെ ഒരാൾ അതിൽ പോകുമ്പോൾ ഒരാൾ ഇതിൽ പോകുന്നുണ്ടാവും. അങ്ങനെ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കടമിഴിയിൽ കമലതളം എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ അവർ കളിക്കുന്നത്. നമ്മളത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പി റൈറ്റിംഗ് കിട്ടും. അതുകൊണ്ട് ഞാനവിടെ പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ടു കേട്ടോ. പിന്നെ ഞാനിതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ കുഞ്ഞാപ്പിയും അമ്മൂമ്മയും ഉറങ്ങുകയായിരുന്നു കേട്ടോ. അവർ അവിടെ ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ പോയത്. അങ്ങനെ അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ എണീറ്റിട്ട് പിന്നെ ചോറ് കൊടുക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോൾ കുറച്ച് കഴിച്ചിട്ട് അങ്ങനെ കിടന്നു ആൾ. പിന്നെ ഉറങ്ങി എണീച്ചപ്പോൾ ഒന്നുകൂടെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനിതാ മാമ്പഴ പുളിശ്ശേരിയൊക്കെ എടുത്ത് അവൾക്ക് ചോറൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പപ്പടമൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മഴയാണെങ്കിൽ ഇന്നും അതേപോലെ തന്നെ ഇരുട്ട് കുത്തി വരുന്നുണ്ട്, ഇടിയൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ ഇങ്ങനെ വരാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെണ്ണിന് ചോറൊക്കെ കൊടുത്തിട്ട് വേണം, എനിക്ക് കുറച്ച് അരി ഉഴുന്നൊക്കെ അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഗ്രൈൻഡറിൽ ഇടാനായിട്ട്. അങ്ങനെ നമ്മളിതാ ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ ഗ്രൈൻഡറിൽ അരിയൊക്കെ അരയ്ക്കാനായിട്ട് ഇട്ടു കേട്ടോ. നാളത്തേക്കുള്ള ദോശയ്ക്കുള്ളത് അതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ആ സമയത്ത് നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ ഇതാ കണ്ടില്ലേ, ഉമ്മർത്താകെ വെള്ളമാണ്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനേ സമയമുള്ളൂ. കാരണം എല്ലാം ഒറ്റലും പിടിക്കലും ഒക്കെ ആയിരുന്നു, അവിടെ ഇങ്ങനെ പാത്രം വെക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് മഴയൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്കും മഴയും നിന്നു. അപ്പോൾ നല്ലോണം മഴ പെയ്തു കേട്ടോ. അപ്പോൾ മഴയൊക്കെ കണ്ടിട്ടിരിക്കുകയാണ് ചേച്ചിയും അനിയത്തിയും കൂടെ. അങ്ങനെ മഴയൊക്കെ പെയ്തു പോയി. പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഇട്ടു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഉമ്മർത്തിരുന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ, നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോസൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മളെന്നും പറയണ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഹായ് പറയും. ഹായ് പറ. കണ്ണുപൊത്തി ഹായ് പറ. അമ്മൂമ്മൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് പറയും. ഹായ്, ഹലോ, ഹൗ ആർ യു എന്നൊക്കെ പറയും. നീ ഒന്നും മിണ്ടണ്ട. ഇങ്ങോട്ട് നോക്ക്.